ഗ്ലാസിൻ്റെ പാത്രങ്ങളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പണ്ട് കാലത്ത് വീടിൻ്റെ പൂമുഖത്തൊക്കെ വെച്ചിരുന്ന കിണ്ടിയാണ്. വെള്ളം ഒഴിച്ച് കാലൊക്കെ കഴുകിയിട്ട് പെരയ്ക്കകത്തോട്ടൊക്കെ കയറാനായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും പഴയ കാലത്ത് ഇതുപോലെ തന്നെ വീടിൻ്റെ പൂമുഖത്ത് വെള്ളം വെച്ചുകൊണ്ടിരുന്ന ഒരു പാത്രമാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മൊന്തയെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാട്ടർ ലോട്ട, വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ബ്രൗൺസിൻ്റെ പാത്രമാണിത്. അതുപോലെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കോപ്പറിൻ്റെ ഒരു വെള്ളം ജഗ്ഗും അതുപോലെ അതിനകത്ത് 2 ഗ്ലാസും ഉണ്ട്. പിന്നെ കമണ്ടകം എന്ന് പറയുന്ന പണ്ട് കാലത്ത് ഈ വെള്ളമൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ വെള്ളമൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചത് ബ്രൗൺസിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗ്ലാസ്, ഇത് പണ്ട് കാലത്ത് ചായയൊക്കെ അടിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്ലാസ്സാണ്. പിന്നെ ഇതുപോലെ തന്നെ പണ്ട് കാലത്ത് കുട്ടിക്കാലത്തൊക്കെ പഴയ കാലത്ത് എല്ലാവരും ഇതിനെ ചോറ്റുപാത്രത്തിനകത്തൊക്കെ ചോറ് പൊതികെട്ടിപ്പൊക്കൊണ്ടിരുന്നൊരു പാത്രമാണ്. ഇത് പണ്ട് കാലത്ത് എല്ലാ പഴയ വീടുകളും തറവാടുകളിലും കട്ടൻ കാപ്പി രാവിലെ ഒരു കലത്തിനകത്ത് നിറച്ച് അനത്തിയിടുമായിരുന്നു. ഇപ്പം ഇത് കാപ്പിപ്പാത്രമാണ്. പണ്ട് കാലത്ത് കട്ടൻ കാപ്പി അനത്തിയിട്ടുകൊണ്ടിരുന്ന കാപ്പിപ്പാത്രമാണ്. അതുപോലെ തന്നെ പണിക്കാരൊക്കെ പോകുമ്പോഴത്തേക്ക് അതിനകത്ത് അവർ പലതരത്തിലുള്ള ഫുഡ് പല ലെയറിലായിട്ട് ചോറ് കറികൾ ഓരോന്ന് വേറെ വേറെ വെച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പാത്രമാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇടിക്കാനായിട്ട് പിന്നെ ഇന്നത്തെ തടി കൊണ്ടുള്ളതുണ്ട്, അതുപോലെ ഇരുമ്പിൻ്റെ ഉണ്ട്. അങ്ങനെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇടിക്കാനും പൊട്ടിക്കാനും ചതയ്ക്കാനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിനകത്തുള്ളത് നമ്മുടെ കുങ്കുമ ചെപ്പാണിത്. കുങ്കുമം ഇതിനകത്ത് ഇടും. കുങ്കുമ ചെപ്പാണ്. എന്നിട്ട് ഇത് ആമയുടെ ഷേപ്പിലാണ് അതിരിക്കുന്നത്. കുങ്കുമ ചെപ്പ് ആമയുടെ ഷേപ്പിലാണ്. പിന്നെ ഇതൊരു ലോട്ടസ് ആണ്. ഈ ലോട്ടസ് നമ്മളിത് കറക്കി കഴിഞ്ഞാൽ നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ ഇത് മൊട്ടായിട്ട് ആദ്യം വിരിഞ്ഞിരിക്കും. പിന്നെ ഇത് മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മൊട്ടായിട്ട് രൂപാന്തരം പ്രാപിക്കും. ഇത് ലോട്ടസിൻ്റെ മൊട്ടായിട്ട് തന്നെ ഇരിക്കും. ഇത്രയും സാധനങ്ങളാണ് ഈ ബ്രാസുമായിട്ട് പണ്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ.